ഫ്രണ്ട്സ്, ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് കുറേ കൃഷി വിശേഷങ്ങളായാലോ. അപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ വേണ്ട എല്ലാത്തിനും തടവെടുക്കുക കേട്ടോ. തടവെടുത്ത് വെട്ടിക്കൂട്ടി വളമൊക്കെ ഇടാനായിട്ട്. അപ്പം മഴയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം വെട്ടിക്കൂട്ടുക കേട്ടോ. ചേമ്പിനൊക്കെ വെട്ടിക്കൂട്ടിയിട്ടുണ്ട്. പിന്നെ അപ്പുറത്ത് ചേനയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിനും വെട്ടിക്കൂട്ടി വളം ഇടുവാണേ. അപ്പോൾ ഇവിടെ കുറേ കൃഷികളുണ്ട് കേട്ടോ. ചീമച്ചേമ്പും പിന്നെ മുരിങ്ങ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് പൂത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നമ്മുടെ സുന്ദരി വാഴകളാണ് നിൽക്കുന്നത്. ഇവിടെയൊക്കെ കുറേ കൊലയൊക്കെ വെട്ടിയതാണ് കേട്ടോ. പിന്നെ അറിയാമല്ലോ, വഴുതന, പച്ചമുളക്, കാന്താരി എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ മഴയൊക്കെ കഴിഞ്ഞ് വളവിടാൻ സമയമായിട്ടുണ്ട്. അപ്പം എല്ലാം വെട്ടിക്കൂട്ടി തടമൊക്കെ എടുത്ത് എല്ലാം വൃത്തിയാക്കി വളവിടുക കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നമ്മുടെ കോവൽ നട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ വഷള നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബന്ദിയാണ് കേട്ടോ. ഓണത്തിനേക്ക് പൂക്കോ ഇല്ലയോ എന്നറിയത്തില്ല. പൂ കിട്ടാനായിട്ട് അത്തപ്പൂക്കളൊക്കെ ഇടണ്ടേ. വേണ്ടേ, ഇവിടെ എല്ലാം വെട്ടിക്കൂട്ടി കേട്ടോ. ഇവിടെ എല്ലാം വെട്ടിക്കൂട്ടിയിട്ടുണ്ട്. ചീമച്ചേമ്പ ഇതെല്ലാം. പിന്നെ ഇവിടെയും കോവലാണ് കേട്ടോ. കോവലിങ്ങനെ പന്തൽ കൊടുത്തിട്ടിട്ടുണ്ട്. പിന്നെ വേണ്ട നമ്മുടെ വെണ്ട. ഇവിടെ വെണ്ട നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് വിത്തിട്ട് പാകി ഇത്രയായതാണ്. അതും എല്ലാം ചാണകപ്പൊടിയൊക്കെ ഇട്ട് നിർത്തിയിരിക്കുവാണ്. ഇതുണ്ട്, എല്ലാം വെട്ടിക്കൂട്ടിയിട്ട് ഓലയുടെ മടൽ വെച്ച് ഊന്ന് കൊടുത്തേക്ക് കേട്ടോ, മറിഞ്ഞു പോകാതിരിക്കും. ഇതൊക്കെ കണ്ട ഈ പറമ്പിൽ കൂടെ ഒക്കെ കണ്ടോ, അടിപൊളിയായിട്ട് കയറി ഇറങ്ങി നടക്കാത്ത പോണക്ക് ഒരു ജന്തുക്കളൊക്കെ കയറിയാലും കാണാൻ കേട്ടോ. അത് പോണക്ക് വെളുപ്പിച്ച് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുകയാണേ. അപ്പം വേണ്ട, നമ്മൾ മഴയെല്ലാം കഴിഞ്ഞ് വേണ്ട അമ്മ ഇവിടെ വേണ്ട തെങ്ങിന് തടമൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പും ചാരവും വളവും എല്ലാം കൂടെ തടവെടുത്തിട്ടിട്ടുണ്ട് തെങ്ങിന്. പിന്നെ ഇനി കുറേ ഇതിന് വളമിടാനുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വേണ്ട ചേനയ്ക്കും ഒക്കെ ഇട്ടിട്ടുണ്ട്. എല്ലാം വെട്ടിക്കൂട്ടി വളമെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് എന്താ വളമാമേ? ഇത് ലാസവളം. ലാസ മറ്റേ തെങ്ങിന് വേപ്പും പിണ്ണാക്കും അതേണ്ട വേപ്പും പിണ്ണാക്കും. ഇത് വേണ്ട വേപ്പും പിണ്ണാക്ക് കേട്ടോ. വേപ്പും പിണ്ണാക്ക്, ലാസവളം. ലാസവളം ചേനയ്ക്കും കാപ്പിനും അങ്ങനെ വളം. അപ്പോൾ ഇവിടെ പിന്നെ അമ്മയുടെ നാരങ്ങായും പുളിയൊക്കെ വെയിലത്ത് വെച്ചിരിക്കുകയാണേ. പിന്നെ മഴയെല്ലാം മാറി വെയിലൊക്കെ ആയപ്പോഴത്തേക്ക് കുറേ പരിപാടികളാണ്. ഇനി ഇവിടെ ഈ വശത്തോട്ട് ഇനി വളമൊക്കെ ഇടാൻ വെട്ടിക്കൂട്ടാനൊക്കെ പോവാം.